അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്, എന്താണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിങ്ങൾ തമ്മിലൊരു യെസ് ഓഫ് കോഴ്സ് സോൾ കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഏറെക്കുറെ എനിക്ക് എനർജി കിട്ടുന്നത് ഒരു പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ജന്മം നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് ഓൾറെഡി എന്താ പറയുക, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡെസ്റ്റിനി വൈസ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക, നടക്കാതെ പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ സോൾ പർപ്പസ് അവിടെ നടക്കാത്തത് നിങ്ങൾക്ക് ഈ ജന്മം ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, ഈ ജന്മം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ജന്മം, നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജന്മം വൈകിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ജനനം എടുക്കാനായിട്ട് വൈകിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏജിൻ്റെ ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല കുറച്ചധികം ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് കുറച്ച് ഏജ് കൂടുതലും പുരുഷന്മാർക്ക് ഏജ് കൂടുതലുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് ആണ് പറയുന്നത്. പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ ഒരു സോൾമേറ്റിൻ്റെ സോൾ കോൺട്രാക്റ്റ് അവിടെ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ, നിങ്ങൾ രണ്ടുപേരും വേറൊരു വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടേണ്ട അല്ലെങ്കിൽ കണക്റ്റഡ് ആവേണ്ട ആ ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി ഒരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയോ, അല്ലെങ്കിൽ ആ വ്യക്തിയും വേറൊരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലേക്ക് വരാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പലരും ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന റീഡിങ്സ്, ടാരറ്റ് റീഡിങ്സ് ആൻഡ് ടിൻ ഫ്ലെയിം ജേർണീസിനെ കുറിച്ചൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു ടിൻ ഫ്ലെയിം ജേർണി ആണ് എന്നുള്ളത്. എല്ലാവർക്കും ടിൻ ഫ്ലെയിം ജേർണി ആയിരിക്കണം എന്നില്ല. കാരണം നിങ്ങളൊരു ഡിവൈൻ കണക്ഷനിലാണെങ്കിൽ, സ്പിരിച്വൽ വേയിലാണെങ്കിൽ, സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടിൻ ഫ്ലെയിം കണക്ഷൻ്റെ എനർജി മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു എന്താ പറയുക റിലേഷൻഷിപ്പ് ആവുകയും കുറച്ച് കഴിയുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഇംബാലൻസ് വരികയും ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പലതവണ പോയും വന്നും ഇരിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് മാത്രമല്ല, ചിലർ ബ്രേക്കപ്പിലേക്ക് പോയി ഇനിയൊരു റീകോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ടിൻ ഫ്ലെയിം ജേർണീസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കുക. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡിവൈൻ കണക്ഷൻ, സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആവുകയും നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് പോകുകയും ആ സെപ്പറേഷൻ വഴിയാണ് നിങ്ങൾക്ക് അവർക്കും നിങ്ങൾക്കുമായിട്ടുള്ള ആ ഒരു പല മാറ്റങ്ങളും നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ മാറ്റം വന്നിട്ടാണ് നിങ്ങൾ രണ്ട് സോളുകളും എന്താ പറയുക, സോൾ അവേക്കണിങ് ആയി നിങ്ങളുടെ വേ ഓഫ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടേതായിട്ടുള്ളൊരു ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കണക്ഷൻ പിന്നീട് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ പർപ്പസിലേക്ക് എത്തിക്കുന്ന ഒരു ഇതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. സ്ട്രഗിൾ മീൻസ് മാനസികമായിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് സോൾ കോൺട്രാക്റ്റിൽ കാണുന്നുണ്ട് ഫിനാൻഷ്യലി ഉള്ളൊരു കാര്യങ്ങൾ. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ സോൾ പർപ്പസിൽ കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ഒരു ജനറൽ റീഡിങ്ങിൽ നിങ്ങളുടെ സോൾ പർപ്പസ് വളരെ കളക്റ്റീവായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാതെ പോയിട്ടുള്ളൊരു ഇതിൽ വന്നിട്ടുള്ളൊരു സോൾ പർപ്പസ് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിലൂടെ മാത്രമാണ് രണ്ടു പേർക്കും അവിടെ എന്താ പറയുക നല്ല മാറ്റങ്ങളിലേക്ക്, നിങ്ങളുടെ ഒരു കണക്ഷനിലൂടെയാണ് എന്താ പറയുക ആ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് ഏറെക്കുറെ എന്താ പറയുക എനർജൈസ്ഡ് ആയിട്ട് അവരുടെ ആ ഒരു ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ,
അബൻഡൻസ് ഫിനാൻഷ്യലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാനായിട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ല. ആൻഡ് ഒരാളെ സംബന്ധിച്ചെടുത്ത് ഒരാളെ വ്യക്തിയെ ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളോ ഇവിടെ അത് പറയുന്നതല്ല. ഞാൻ തികച്ചും ജനറലായിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന എനർജിയിൽ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ഇൻഡ്യൂഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ പർപ്പസുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫിനാൻഷ്യലി ഉള്ളൊരു ബാലൻസ് അബൻഡൻസ് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡായി നിന്നാൽ മാത്രമാണ് അവിടെ ആ ഒരു കാര്യം സാധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിട്ടു നിൽക്കുന്ന സമയത്ത് അത് പല തടസ്സങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും പല തടസ്സങ്ങളിലേക്ക് കടക്കാനുള്ളൊരു ചാൻസ് അധികമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഏറെക്കുറെ പേർക്കും ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കുറച്ച് പേരുടെ എനർജീസ് എനിക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളെ വല്ലാതെ എന്താ പറയുക, നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഇഷ്ടമുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ല. ആ വ്യക്തിയുടെ ലൈഫിൽ ആരൊക്കെ വന്നാലും പോയാലും ശരിക്കും പറഞ്ഞാൽ അവരുടെ തോട്ട്സ് റീഡിങ് അല്ല ഇത്, പക്ഷെ എനിക്ക് കിട്ടുന്ന തോട്ട്സ് പറയാനാണ്. അവരുടെ ലൈഫിൽ ആരൊക്കെ വന്നു പോയാൽ തന്നെയും അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താ പറയുക, റൂട്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. അത് അവർക്ക് അറിയാം. അവരുടെ ലൈഫിൽ ഇനി ആരൊക്കെ വന്നു പോയാലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ 1% പോലും ബാക്കി ആർക്കും തരാനായിട്ട് പറ്റില്ല. അവരൊക്കെ വരുന്നതും പോകുന്നതും അവരുടേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ അവർ പോകുമെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോൾ കറൻ്റ്ലി വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. ഒരു ദയാപരമായിട്ടുള്ള സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർക്കറിയാം അവർ ഒരുപാട് മാനസികമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യം, അങ്ങനെയൊക്കെയുള്ളൊരു ദയ തോന്നിയിട്ടുള്ളൊരു സ്നേഹം, അതൊക്കെ ഇവിടെ നന്നായിട്ട് ഇവിടെ എനർജിയിൽ എനിക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് കുറേ പേർക്ക് ഇതൊരു സ്ട്രെങ്ത്താണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ വിധിച്ചിട്ടുള്ളൊരു സോൾ പർപ്പസിലേക്ക് കടക്കുകയുള്ളൂ. സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറെക്കുറെ പേർക്ക് ഫിനാൻഷ്യലി ഉള്ളൊരു കണക്ഷൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. ചിലവർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ ആൻഡ് ഒരു എനർജി കൂടെ കിട്ടുന്നത് ചിലവർക്ക് ഇത് കാർമിക് എനർജിയാണ്. കാർമിക് സോൾ കോൺട്രാക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ചില പാപങ്ങൾ കണക്റ്റഡായി വന്നിട്ടുള്ളത് കൊണ്ട് മാത്രമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ. അതിൻ്റെ കർമ്മ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് അനുഭവിക്കും. ഓക്കെ. അനുഭവിച്ചിട്ട് അത് വിട്ടുപോകും. പക്ഷെ അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്ര സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല. നിങ്ങളത് അനുഭവിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് എന്താ പറയുക, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെ ഉത്തമ ഉദാഹരണമാണ്.